ഞങ്ങൾ മേപ്പാടി ചൂരൽമല എന്നുള്ള ആൾക്കാരാണ്. ഞങ്ങൾ സ്വാമിമാർ ഒരു 50 പേര് ഒരു ടീമായിട്ട് വന്നതാണ്. 25 പേര് ഞങ്ങൾ ചൂരൽമലക്കാരാണ്. ചൂരൽമല ഫുൾ എഫക്റ്റഡ് ആയ ആൾക്കാരാണ് 25 പേരും. ഞങ്ങളെ കൂടെ കഴിഞ്ഞ കൊല്ലം വന്ന എല്ലാവർക്കും അറിയാം, പ്രജീഷ് അവരൊന്നും ഇക്കൊല്ലമല്ല, മരണപ്പെട്ടതാണ്. കുറേ ആൾക്കാർ രക്ഷിച്ച് മരിച്ച പ്രജീഷിനെ അറിയാം, എല്ലാവർക്കും അറിയായിരിക്കും, കേരളക്കാരെ അറിയാതിരിക്കില്ല. പിന്നെ മുണ്ടക്കയിലുള്ള സുബ്രഹ്മണ്യ സ്വാമി, ഗുരുസ്വാമി, അങ്ങനെ കുറേ ആൾക്കാർ മരിച്ചതാണ് പ്രളയത്തിൽ. ഞങ്ങളിപ്പോൾ ഒരു 25 പേര് ഞങ്ങൾ ചൂരൽമലയിൽ നിന്ന് വന്നിട്ടുണ്ട്. വിളക്ക് കഴിഞ്ഞ് തിരിച്ചാണ്. എൻ്റെ പേര് രാമൻകുട്ടിയാണ്. രാവിലെ മേപ്പാടി ടൗണിലാണ് താമസിക്കുന്നത്. പിന്നെ 54 കൊല്ലമായി ഞാൻ ശബരിമലയ്ക്ക് വരാൻ തുടങ്ങിയിട്ട്. അതിൽ 51 കൊല്ലം ഇവരെ ചൂരൽമല, അട്ടമല, മുണ്ടക്കായ്, പുത്തുമല സ്ഥിരം എല്ലാ കൊല്ലം ശബരിമലയ്ക്ക് കൊണ്ടുവരുന്നതുമാണ്. ഇക്കൊല്ലം അവരുടെ ക്ഷേത്രങ്ങളെന്നെല്ലാം ഒക്കെ പ്രളയം വന്നിട്ടെല്ലാം മൂവ് ചെയ്തു. അത് കൂടാതെ തന്നെ ഓരോ ഇപ്പോൾ താമസിക്കുന്ന മാനന്തവാടി, തിരുനെല്ലി, പിന്നെ കാരാപ്പുഴ, പിന്നെ ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആരാൾക്ക് എത്തിപ്പെടാനും കഴിയുന്നില്ല. പിന്നെ ഇവർ സ്ഥിരം എന്നതിൻ്റെ പേരിൽ ഇവർ 10-25 ആൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ മേപ്പാടി മാലിന്യ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ താമസം. ആ താമസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ശബരിമലയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്ഥിരം വരുന്ന 10-100-150 ആളുകളുണ്ടാവും. സാംസാറിന് എൻ്റെ പേര് റജി. ഞങ്ങൾ അട്ടമലയാണ് താമസിച്ചിട്ടുണ്ടായത്. ഇപ്പോൾ താമസിക്കുന്നത് വടുവഞ്ചാലി. ഞങ്ങൾ ഈ ഒരു ദുരന്തം വന്നതിന് ശേഷം എല്ലാവരും പല വഴിക്കാണുള്ളത്. പക്ഷേ എങ്കിലും ഞങ്ങൾ ഈ ഒരു വർഷം ഇങ്ങോട്ട് വരാൻ വേണ്ടി എല്ലാവരും കൂടി പല ദിക്കുന്ന്, നെടുമ്പാല, കൽപ്പറ്റ, മണിയങ്കോട്, ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഉള്ള ആൾക്കാരാണ് എല്ലാവരും ഉള്ളത്. പക്ഷേ ഈ ശബരിമല ഇതുമായിട്ട് ഞങ്ങളെല്ലാവരും ഫോണുമായി ബന്ധപ്പെട്ട് എല്ലാവരും കേന്ദ്രീകരിച്ചിട്ടാണ് ഈ വർഷം ഞങ്ങൾ ഇങ്ങോട്ട് വരാനും ഒരു ഡ്രസ് കോഡ് ഇടാനും ഉള്ളൊരു കാരണം ഉണ്ടായത്. കാരണം ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തുനിന്നും 50 ആൾ വീതമാണ് വരല്. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുത്തുമല, ഇങ്ങനെ ഓരോ വണ്ടികളാണ് വരല്. ഇപ്രാവശ്യം ആകെ ഒരു വണ്ടിയും കൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞത്. വലിയൊരു ദുരന്തമായതിനെ കൊണ്ട് ഇപ്പോൾ പുത്തുമല, അട്ടമല, മുണ്ടക്കൈ, ചൂരൽമല ഒരുപാട് സ്വാമിമാരാണ് വരല്. പക്ഷെ ഇപ്രാവശ്യം അതിനെ കൊണ്ട് 40-49 ആൾ, 50 ആളാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ 150 ആൾക്കാരാണ് വരല്. എൻ്റെ പേര് പ്രജ്വൽ. ഞാൻ ചൂരമലയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഉരുൾപൊട്ടിയതൊക്കെ അതിജീവിച്ച് അയ്യപ്പനെ കാണാൻ വേണ്ടി എത്തിയതാണ്. ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അതിൽ തന്നെ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ദർശനം കിട്ടിയത് ഇന്നാണ്. വേറെ പേര് സോബിൻ. മുണ്ടക്കയിൽ നിന്നാണ് വരുന്നത്. കേട്ടോ, മുണ്ടക്കയിൽ നിന്നാണ് വരുന്നത്. വർഷം നമ്മളൊരു 50-55 ആൾ വീതം മുണ്ടക്കയിൽ നിന്ന് മാരിയമ്മ ക്ഷേത്രത്തിൽ കെട്ടി നിറച്ച് വരുന്നതാണ്. ഈ വർഷം മുണ്ടക്കയിലെ ഗുരുസ്വാമി നമ്മൾ വിട്ടുവിട വന്നിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ ബാധിച്ച് അവരുടെ കുടുംബത്തിൽ പല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ ഭാഗ്യമായിട്ട് 13 പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല 3 ക്ഷേത്രത്തിൽ 3 വാഹനമാണ് എല്ലാ വർഷവും വരുന്നത്. 3-ൽ കൂടുതൽ വാഹനം വരും. ഈ പ്രാവശ്യം എല്ലാം ചുരുക്കിക്കൊണ്ട് മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എല്ലാം കൂടി ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ മേപ്പാടി ഞങ്ങൾ കെട്ടി നിറയ്ക്കേണ്ടത്. 3 ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് കെട്ടി നിറയ്ക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. വളരെയധികം ദുഃഖമുണ്ട് അതിൽ. പിന്നെ വേർപാടിൽ ഒരുപാട് പേര് നമ്മൾ കഴിഞ്ഞ വർഷം വന്നു പോയവരൊക്കെ നമ്മൾ ഈ കൂട്ടത്തിലില്ല. മുണ്ടക്കയിൽ നിന്ന് ആകെ ഒരു സ്വാമിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇതിൽ അട്ടമലതും വിരലിലാവുന്ന ആൾക്കാർ, ഇപ്പോൾ രാജസ്വാമിയുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാർ, ഈ സ്വാമിയുണ്ട്, ബാക്കിലുണ്ട് കുറച്ച് ആൾക്കാർ, അങ്ങനെ കുറച്ച് വിരലാണ് ആ സ്വാമിമാർ മാത്രമേ ഉള്ളൂ അട്ടമല എന്നുള്ളത്. വളരെയധികം ദുഃഖമുണ്ട് ഈ ഒരു പ്രാവശ്യം 2025 സന്നിധാനത്ത് വന്നത്. എന്നാലും അനുഗ്രഹം കിട്ടട്ടെ ദൈവത്തിൻ്റെ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രാജേഷ്,
ഞാൻ വയനാട്ടിൽ ചുരുമല അട്ടമലയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞങ്ങളിവിടെ ഈ സന്നിധാനത്ത് വന്ന് അയ്യപ്പൻ്റെ അടുത്ത് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഒറ്റൊരു കാര്യം പ്രാർത്ഥിക്കുന്നുള്ളൂ. മുണ്ടക്കായ് ചൂരൽമല ആ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും പുനരധിവാസം എത്രയും പെട്ടെന്ന് സർക്കാരിന് ചെയ്തു കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ. എത്രയും പെട്ടെന്ന് ആ മുഴുവൻ ആളുകൾക്കും വീടായി, തൊഴിലായി, മുഴുവൻ ആളുകൾക്കും അത് പഴയപടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന അയ്യപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അമ്പലം പോലില്ല.